എഴുത്തിന്റെ ലോകത്തേക്ക് കാൽവച്ച് മാവൂരിലെ ഒരു കുഞ്ഞെഴുത്തുകാരി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മാവൂർ കണ്ണിപ്പറമ്പിലെ നിഹാര ശ്രീജിത്താണ് ടെസ ദി സ്കൂൾ ഓഫ് ഗോസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ എഴുത്തിന്റെ ലോകത്തേക്ക് ചുവടുവെച്ചത്. അക്ഷരം മനസ്സിൽ കുറിച്ച കാലം മുതൽ വായനയായിരുന്നു നിഹാരയുടെ ലോകം. കൂട്ടുകാരെല്ലാം മൊബൈലിൽ കുത്തിക്കളിച്ചപ്പോൾ നിഹാര കയ്യിൽ കിട്ടുന്നതെല്ലാം വായിച്ചു തുടങ്ങി. ഇപ്പോൾ ചാത്തമംഗലം സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനോഹരമായൊരു കൊച്ചു നോവൽ പുറത്തിറക്കിയിരിക്കുകയാണ്. ടെസ ദി സ്കൂൾ ഓഫ് ഗോസ്റ്റ് എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങിയത്. സൗഹൃദവും സ്നേഹവും ധൈര്യവും അമാനുഷികതയും എല്ലാമുണ്ട് ടെസ ദി സ്കൂൾ ഓഫ് ഗോസ്റ്റ് എന്ന പുസ്തകത്തിൽ. അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുന്നതാണ് പുസ്തകം. കുട്ടിത്തം മാറാത്ത നിഹാരയുടെ ടെസ ദി സ്കൂൾ ഓഫ് ഗോസ്റ്റ് എന്ന പുസ്തകം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ ഹൃദ്യമാണ്. ഇതുവരെ വായിച്ച ഓരോ പുസ്തകങ്ങളിൽ നിന്നും ലഭിച്ച പ്രചോദനമാണ് നിഹാരിയെ എഴുത്തിലേക്ക് എത്തിച്ചത്. പഠിച്ചു തുടങ്ങിയ സമയം മുതലേ ബുക്കൊക്കെ വായിക്കാറുണ്ടായിരുന്നു. അപ്പം ഈ ബുക്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല എഴുതുന്ന കാര്യം. ഞാൻ എഴുതി തുടങ്ങിയപ്പം പാരന്റ്സിന്റെ അടുത്ത് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു നമുക്കിതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാന്ന്. അങ്ങനെ പബ്ലിഷ് ചെയ്തു. കുറെ പേര് പുസ്തകം വാങ്ങിയിട്ടുണ്ട്, അഭിപ്രായം നല്ല പറഞ്ഞിട്ടുണ്ട്. ഇനിയും വായിക്കണമെന്നും ബുക്സ് എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബുക്സ് വാങ്ങിയതിനു ശേഷം എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഒരു ബുക്കും കൂടെ എഴുതണം എന്ന്. അപ്പൊ ഞാനത് ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. പിന്നെ ഇനിയും വായിക്കണം, ഒരു പുതിയ ബുക്ക് എഴുതണം. ഈ ടോപ്പിക്കിനെ പോലെയല്ല, കുറെ മേഖലകളിൽ ബുക്ക് എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. പഠനത്തിനിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ കുത്തിക്കുറിക്കുന്നത് എഴുത്തുകാരിയിലേക്കുള്ള നിഹാരയുടെ ഉയർച്ചയാണെന്ന് മാതാപിതാക്കളും അറിഞ്ഞിരുന്നില്ല. കഥയുടെ അവസാനം വരെയും എഴുതി കഴിഞ്ഞപ്പോഴാണ് നിഹാര വീട്ടുകാരെ പോലും ആ കഥ കാണിച്ചത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. കുത്തിക്കുറിച്ചിട്ട വരികൾ ടെസ ദി സ്കൂൾ ഓഫ് ഗോസ്റ്റ് എന്ന പുസ്തകമായി രൂപാന്തരപ്പെട്ടു. പുസ്തകത്തില് എഴുതിയത് കുറെ ദിവസം കഴിഞ്ഞേരെ, ഒരുപാട് എഴുതി കഴിഞ്ഞേരെയാണ് ഞങ്ങൾ അറിയുന്നത് ഒരു കഥയാണ് എഴുതുന്നത്. അമ്മേനോടാണ് ആദ്യം പറഞ്ഞു കഥയാണ്. പിന്നെ വായിച്ചു നോക്കിയപ്പോൾ എല്ലാവരും നന്നെന്ന് മനസ്സിലായി. സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പം ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കാം എന്നുള്ള ഏർപ്പാട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഒരു പുസ്തകമാക്കാൻ വരുന്നു. ഒരു കൊല്ലത്തോളം ആയി ഇത് പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട്. തൃശ്ശൂർ ഐവറി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇറങ്ങിയപ്പം നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളും വളരെ സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. കൂടുതൽ പുസ്തകങ്ങൾ അവർക്ക് എഴുതാനൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. തൃശ്ശൂരിലെ ഐവറി ബുക്സ് ആണ് ടെസ ദി സ്കൂൾ ഓഫ് ഗോസ്റ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത്. കോഴിക്കോട് കൺട്രോൾ റൂമിലെ പോലീസുകാരനായ ശ്രീജിത്തിന്റെയും നരുക്കുനി ബൈത്തുലിസ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപികയായ രസ്നിയുടെയും ഇരട്ട മക്കളിൽ ഒരാളാണ് നിഹാര. ഭാവിയിൽ മികച്ചൊരു എഴുത്തുകാരിയായി മാറണമെന്നാണ് നിഹാരയുടെ ആഗ്രഹം. ഒപ്പം കഴിയുന്നത്ര പുസ്തകങ്ങൾ വായിക്കണമെന്ന താല്പര്യവും എഴുത്തിന്റെ ലോകത്തേക്ക് കാൽവെച്ച ഈ കുഞ്ഞു എഴുത്തുകാരിക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.